രാഹുൽ, ആ കരയിൽ നിന്ന് നോക്കുമ്പോൾ രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വളരെ കാര്യക്ഷമമായി തന്നെ തെരച്ചിൽ നടക്കുന്നു എന്ന് കരുതാമോ? ഈ തിരച്ചിൽ രക്ഷാദൗത്യം എന്തായാലും നിർണായക ഘട്ടത്തിലാണ്. ഈ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ഇവിടേക്ക് എത്തിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിന്ന് ഏതായാലും ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ടും ക്യാമറയിലൂടെയും അത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നത് ദേശീയപാത കഴിഞ്ഞ് പുഴയ്ക്ക് ഇടയിലുള്ള ചെരുവുണ്ട്. അവിടെ ഓക്കെ അതായത് ദേശീയപാത കഴിഞ്ഞ് പുഴയിലേക്ക് വരുന്ന ഒരു കട്ടിങ്, ആ ചെരുവ്, അവിടെ കൂടി നിൽക്കുന്ന മണ്ണ് അത് നീക്കം ചെയ്യുകയല്ല, അത് ഇളക്കി പരിശോധിക്കുകയാണ് ഈ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട്. രാവിലെ റഡാർ പരിശോധന NDRFും നാവികസേനയും മറ്റു സേനാംഗങ്ങളും ചേർന്ന് റഡാർ പരിശോധന കൂടുതലായി നടത്തിയതും ആ മേഖലയിലാണ്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു റഡാർ പരിശോധനയാണ് ഇന്ന് രാവിലെ നടത്തിയത്. ആ ഭാഗത്തെ മണ്ണ് ഇളക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ്. അതായത് ഒരു സ്ഥലത്ത് നോക്കി അവിടെ അനുകൂലമായി ഒന്നും കണ്ടില്ല, അവിടെ നിന്ന് മണ്ണ് കുറച്ച് നീക്കി, അതിനുശേഷം അവിടെ നിന്ന് ഏകദേശം ഒരു 10 മീറ്റർ ഇപ്പറെ മാറിയുള്ള സ്ഥലത്തെ കൂടിയാണ് ഇപ്പോൾ മണ്ണ് ഇളക്കി മാറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിന് 60 അടി താഴ്ച വരെ എത്താൻ കഴിയുന്ന ശേഷിയുള്ള കൈകളാണ്, പക്ഷേ വെള്ളത്തിലേക്ക് അധികം എത്താൻ കഴിയുന്നില്ല എന്നതാണ്. ആ തീരത്തുള്ള മണ്ണും തീരത്തെ അത് കഴിഞ്ഞ് കുറച്ച് ദൂരത്തിൽ മാത്രമേ വെള്ളത്തിലേക്ക് അതിൻ്റെ കൈകൾക്ക് എത്താൻ കഴിയുന്നുള്ളൂ എന്നതാണ്. കാരണം അത്രയും ഉയരത്തിലാണ് വാഹനം നിർത്തിയിട്ടുള്ളത്. റോഡിൽ നിർത്തിയതിന് ശേഷം അവിടെ നിന്ന് കൈകൾ ഇങ്ങോട്ടേക്ക് നീട്ടി മണ്ണിളക്കി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കളക്ടർ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്ന സൈനിക, നാവിക, NDRF ഉദ്യോഗസ്ഥരുമായൊക്കെയായി സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂറിലധികമായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇളക്കിയുള്ള പരിശോധന തുടരുകയും ചെയ്യുന്നു. ഈ യന്ത്രം എത്തിച്ചതിന് ശേഷം രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി നിന്ന് ഒരു പ്ലാൻ തയ്യാറാക്കി. അതിനുശേഷമാണ് ഈ വിധത്തിലുള്ള തിരച്ചിൽ തുടങ്ങിയത്. അതായത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സിഗ്നലുകൾ ലഭിച്ചതാണ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ. അതിലെവിടെ ആദ്യം തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങോട്ടേക്ക് നീങ്ങണം എന്ന കാര്യത്തിലേക്ക് ഒരു പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷമാണ് ഈ ദൗത്യം ആരംഭിച്ചിട്ടുള്ളത് എന്നതാണ്. ഏതായാലും മണ്ണ് ഇളക്കി മാറ്റി നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അനുകൂലമായ ഒന്നും തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ ഒന്നും ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൂടിയാണ്. അപ്പം പുഴയിൽ മാറിയായി വിവിധ സ്ഥലങ്ങളിലായി നാവികസേനയുടെയും NDRFന്റെയും തിരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കനത്ത വെല്ലുവിളിയായത് മഴയാണ്. മഴ ഇപ്പോൾ മാറി നിൽക്കുന്നു എന്നത് ആശ്വാസകരമായ കാര്യം. പക്ഷേ പൂർണ്ണമായി മാറി നിൽക്കുന്നുമില്ല, ഇടയ്ക്കിടെ ശക്തിയായി പെയ്യുന്നുണ്ട്, തോരുന്നുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് പുഴയിൽ തിരച്ചിൽ നടത്തുന്ന NDRFന്റെയൊക്കെ സംഘം കരയിലേക്ക് മാറി നിൽക്കുകയാണ്. ഏതായാലും അരമണിക്കൂറിലധികമായി ഈ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ഇവിടെ തിരച്ചിൽ നടത്തുന്നു എന്നതാണ് അപ്ഡേഷൻ. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു റിസൾട്ട് ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.